ഹായ് ഹലോ. നമ്മൾ നട്ടുകൊടുത്ത ചെടിയിൽ ഇങ്ങനെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ നട്ടു കൊടുത്താണ്, ഒരു 4 ദിവസമായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ കുറച്ച് വെയിലുള്ളത് കൊണ്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം അത് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ അന്ന് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു, അങ്ങോട്ട് മാറ്റിയിട്ടില്ല. തൊട്ട വീട്ടിൽ തന്നെ ഗൃഹപ്രവേശനം ഉണ്ട്. ഇപ്പോൾ അതിലെ ഒച്ച കേൾക്കുന്നില്ലേ. അപ്പോൾ വോയിസിലാനൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ശബ്ദങ്ങളാണ്. അപ്പോൾ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കിനി മഴക്കാലത്ത് ഇത്രത്തോളം പൂക്കളൊന്നും ഉണ്ടാവില്ല, വേനൽക്കാലം ആയതുകൊണ്ടാണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. ബൊഗൻവില്ല പ്ലാന്റ്സ് വീണ്ടും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പം സെക്കൻഡും കഴിഞ്ഞ് 3rd ഫ്ലവറിങ് ആണ് കേട്ടോ. നമുക്ക് വർഷത്തിൽ 3 പ്രാവശ്യമാണ് ബൊഗൻവില്ല പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇത് 3ാം തവണയാണ് കേട്ടോ പൂക്കൾ. മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്ക് ഇതിപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ് ആണ് വരുന്നത്. അപ്പോൾ മെയ് ഇനിയിപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴേക്ക് നമ്മളെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ എടുത്ത് വെക്കണം. കാരണം പൂക്കൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ മഴ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. പിന്നെ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 10 മണി ചെടി ഇപ്പോൾ കണ്ടില്ലേ, കുറേ ഞാൻ ഇതിന് കട്ടിങ്സൊക്കെ എടുത്തതാണ് 10 മണി ചെടീൻ്റെ. അപ്പോൾ മാറ്റിയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ലേ പന്തൽ കാണുന്നുണ്ടല്ലേ, പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. സൺഡേ ആണ് പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം വോയിസ് ഇടാനോ അതുപോലെ തന്നെ എന്താ പറയുക, ചെടി നനയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ചെടി ഞാൻ നനയ്ക്കും കേട്ടോ, എന്ത് വന്നാലും. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച ചെടി, കണ്ടില്ലേ. അപ്പോൾ ഇനി ഗ്രോ ബാഗിലാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ഫുള്ള് പൂക്കളുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും അല്ലേ. അതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെടി വിശേഷം